Hello and welcome to a class on force and laws of motion from Manorama Horizon. ഞാനാണ് നിങ്ങളുടെ ടീച്ചർ ടോംസ് തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? We are going to discuss what is a force and what effect does a force have on objects. ഈ ഫോഴ്സ് എന്ന് പറയുന്ന സാധനം എന്താണ്, അതിൻ്റെ എഫക്റ്റ് എന്താണ് ഒബ്ജക്ട്സിന് ഉണ്ടാകാൻ പോകുന്നത്, നമ്മളത് എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ്. നമ്മൾ ഏറ്റവും ബേസിക് ഡെഫിനിഷൻ എന്താ പഠിച്ചു നോക്കണേ? വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫോഴ്സസ് ആർ എ പുൾ ഓർ എ പുഷ്, റൈറ്റ്? ഒരു പുൾ അല്ലെങ്കിൽ പുഷ്, ഇതാണ് ഏറ്റവും ബേസിക് ഡെഫിനിഷൻ ഫോഴ്സിൻ്റെ. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഒരു പുള്ളിങ് അല്ലെങ്കിൽ ഒരു പുഷിംഗ് എഫക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഫോഴ്സ് എന്നാണ് പറയുക. സോ ദാറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ആർ സ്റ്റഡി. ഒരു ഫോഴ്സ് എന്താണ്? ഒരു പുൾ അല്ലെങ്കിൽ ഒരു പുഷ് ആണ്. നമ്മൾക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് ഫോഴ്സ് കൊണ്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സൈസ് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ കുട്ടി ഈ ബോൾ മേടിക്കുമ്പോൾ എന്താവുന്നു? ബോളിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവുക ചെയ്യുന്നത്. സോ വി ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദി ഒബ്ജക്റ്റ്. നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റും. എങ്ങനെ? അതിന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട്. വി ക്യാൻ ഓൾസോ കോസ് എൻ ഒബ്ജക്റ്റ് ടു മൂവ്. ഫോർ എക്സാമ്പിൾ, ഇയാൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു കാർട്ടിനെ പുഷ് ചെയ്യുക ചെയ്യുന്നത്. അത് കാരണം എന്താണ്? ആ കാർട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ യൂസ് എ ഫോഴ്സ് ടു മൂവ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഒരു ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും നമ്മൾക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. ബട്ട് അതിലൊരു ക്വസ്റ്റ്യൻ വരുന്നു, ഒരു ഒബ്ജക്റ്റിൽ മോർ ദാൻ വൺ ഫോഴ്സ്, ഒരു ഫോഴ്സ്ക്കാളും കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവുന്നു? ഫോർ എക്സാമ്പിൾ, ഈ കേസിൽ ലെറ്റ് us say that this is you and your friend. നിങ്ങളും നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. യു ആർ ഹാവിങ് എൻ ആർഗ്യുമെൻറ്റ്. നിങ്ങളൊരു ആർഗ്യുമെൻറ്റിലാണ്. എന്താണ്? ഈ ഒബ്ജക്റ്റ് എവിടേക്കാണ് പോകേണ്ടത്? സോ ബോത്ത് ഓഫ് യു ആർ അപ്ലൈയിങ് എ പുഷിംഗ് ഫോഴ്സ്. എന്ന് വെച്ചാൽ ഇയാൾ ഇങ്ങോട്ടൊരു പുഷിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു ആൻഡ് ഹീ ഈസ് അപ്ലൈയിങ് പുഷിംഗ് ഫോഴ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ. എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് നിങ്ങൾ രണ്ട് പേരും ഈ പുഷ് അപ്ലൈ ചെയ്യുന്നത്. രണ്ട് കേസിൽ ഫോഴ്സ് സെയിമും ആണ്. അപ്പോൾ അത് കാരണം എന്താണ് ഈ ഒബ്ജക്റ്റിന് എഫക്റ്റ് ഉണ്ടാവാൻ പോണേ? നമുക്ക് വേറൊരു കേസ് നോക്കാം. ലെറ്റ്സ് സേ ദാറ്റ് ഈ കേസിൽ യു ആർ സ്ട്രോങ്ങർ ദാൻ യുവർ ഫ്രണ്ട്. അപ്പോൾ ദിസ് ഈസ് യുവർ ഫ്രണ്ട്. ഒരു ഫോഴ്സ് അവൻ അപ്ലൈ ചെയ്തു. യു ആർ അപ്ലൈയിങ് എൻ ഓപ്പോസിറ്റ് ഫോഴ്സ്. നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, പക്ഷേ ഈ ഫോഴ്സ് കൂടുതലാണ്. ഏർലിയർ കേസിൽ എന്തായിരുന്നു? യു ആൻഡ് യുവർ ഫ്രണ്ട് വേർ അപ്ലൈയിങ് ഈക്വൽ ഫോഴ്സസ്. നിങ്ങൾ രണ്ടുപേരും എന്താണ്? സെയിം ഫോഴ്സാണ് അപ്ലൈ ചെയ്യേണ്ടായിരുന്നത്. ഈ കേസിൽ യു ആർ അപ്ലൈയിങ് മോർ ഫോഴ്സ്. നിങ്ങളുടെ ഫോഴ്സ് കൂടുതലാണ്, നിങ്ങളുടെ സ്ട്രെങ്ത് കൂടുതലായ കാരണം നിങ്ങളുടെ ഫോഴ്സ് കൂടുതലാണ്. അപ്പോൾ ഈ കാരണം കൊണ്ട് ഈ ഒബ്ജക്റ്റിന് എന്ത് എഫക്റ്റ് ഉണ്ടാവും? ദിസ് ഈസ് വാട്ട് യു വിൽ സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട്, ഈ ഫോഴ്സസിൻ്റെ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പുതിയ കോൺസെപ്റ്റ് മനസ്സിലാക്കാണ്. എന്താണ്? ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സസ്. അപ്പോൾ ബാലൻസ്ഡ് ഫോഴ്സ് എന്താണ്? ഒരു ഒബ്ജക്റ്റിന് എല്ലാ ഫോഴ്സസും ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ട് അപ്ലൈ ആവുകയാണെങ്കിൽ അതൊരു ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ചോക്ലേറ്റിൻ്റെ പൊതി നിങ്ങൾ വീട്ടിൽ കണ്ടു. നിങ്ങളും നിങ്ങളുടെ ബ്രദർ ഓർ സിസ്റ്റർ അത് പിടിച്ചു, ഒരുമിച്ച് പിടിച്ചു. ആൻഡ് ബോത്ത് ഓഫ് യു ആർ പുള്ളിങ് ഇറ്റ്, റൈറ്റ്? രണ്ടുപേർക്കും ചോക്ലേറ്റ് ഇഷ്ടമാണ്, നിങ്ങളത് പുൾ ചെയ്തു. പക്ഷേ രണ്ടുപേരും എക്സാക്ട് സെയിം ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടായി? ആ ചോക്ലേറ്റിൻ്റെ പൊതി ഒരിക്കലും പോകണില്ല. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് എനിവെയർ. വൈ? ഇറ്റ് ഈസ് അണ്ടർ ദി ആക്ഷൻ ഓഫ് എ ബാലൻസ്ഡ് ഫോഴ്സ്. എന്ന് വെച്ചാൽ അതും അപ്ലൈ ആവുന്ന ഫോഴ്സസ് എന്താണ്? ഈക്വലുമാണ്, ഓപ്പോസിറ്റുമാണ്. ഓൺ ദി അതർ ഹാൻഡ്, ലെറ്റ് സേ യുവർ ബ്രദർ ഇസ് ഓൾഡർ ദൻ യു ഓർ യുവർ സിസ്റ്റർ ഇസ് ഓൾഡർ ദൻ യു. നിങ്ങളുടെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ നിങ്ങളുടെ വലുതാണ്, കൂടുതൽ അവർക്ക് ബലമുണ്ട്, കൂടുതൽ ശക്തിയുണ്ട്. അപ്പോൾ എന്തുണ്ടാവണു? അവർ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടുതലാണ് നിങ്ങളെ കാണും. ആ കേസിൽ അതെന്തായി? അതൊരു അൺബാലൻസ്ഡ് ഫോഴ്സായി. ഒരു ഒബ്ജക്റ്റിന് അപ്ലൈ ആവുന്ന ഫോഴ്സസ് അൺബാലൻസ്ഡ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. എന്ന് വെച്ചാൽ ഹൂഎവർ ഇസ് അപ്ലൈയിങ് മോർ ഫോഴ്സ്, ആരാണ് കൂടുതൽ അതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, അവരുടെ ഡയറക്ഷനിലാണ് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുക. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് എല്ലാ ഫോഴ്സസ് ബാലൻസ്ഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ഐദർ ബി സ്റ്റേഷനറി, അത് മൂവ് ചെയ്യേയില്ല, ഓർ ഇറ്റ് വിൽ ബി അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ്. അതിൻ്റെ എക്സിസ്റ്റിംഗ് സ്പീഡ് എന്താണോ അതിലൊരു മാറ്റം വരില്ല. അതിൻ്റെ സ്പീഡ് കൂടുകയില്ല, കുറയുകയില്ല. ഓൺ ദി അതർ ഹാൻഡ്, ഒരു ഒബ്ജക്റ്റിന് അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ആവുകയാണെങ്കിൽ അത് മൂവും ചെയ്യും, അതിൻ്റെ സ്പീഡ് മാറിക്കൊണ്ടും ഇരിക്കും. ദ സ്പീഡ് വിൽ നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലോയിലേക്ക് നമ്മൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾക്കത് മനസ്സിലാക്കാം ആ ലോ എന്താണെന്ന്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് എന്ത് റെസ്പോൺസാണ് കാണിക്കുക, അതിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാവുകയെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഫസ്റ്റ് ലോ എന്താണ്? ആൻ ഒബ്ജക്റ്റ് റിമെയിൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് കമ്പൽഡ് ടു ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ് ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഇവരെന്താ പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആണെങ്കിൽ അത് സ്റ്റേഷനറി ആയിട്ട് തന്നെ ഇരിക്കും.
ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് സ്പീഡും കോൺസ്റ്റൻറ്റ് വെലോസിറ്റി കൊണ്ട് മൂവ് ചെയ്തുകൊണ്ടും ഇരിക്കും. അത് എപ്പോഴാണ് ആ സ്റ്റേറ്റ് മാറുക, അതിന് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ അതിൻ്റെ സ്റ്റേറ്റ് മാറുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുകയാണ്, എൻ്റെ മേത്ത് 2 പേര് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഞാൻ മൂവ് ചെയ്യില്ല, എൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ പൊസിഷനിൽ ഒരു ചേഞ്ചും വരില്ല. കാരണം എന്താ, ഫോഴ്സസ് എല്ലാതും ബാലൻസ്ഡ് ആണ്. ഓൺ ദി അതർ ഹാൻഡ്, if one friend is pulling me more than the other, ഒരു ഫ്രണ്ട് എന്നെ കൂടുതൽ ഫോഴ്സ് കൊണ്ട് പുൾ ചെയ്യുകയാണെങ്കിൽ എന്തായി, അൺബാലൻസ്ഡ് ഫോഴ്സ് ആയി. ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ കേസിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും, മോഷൻ ഉണ്ടാവും. ഒരു സ്റ്റേഷനറി ഓബ്ജക്റ്റ് സ്റ്റേഷനറി ആയിട്ടിരിക്കും, ഒരു മൂവിങ് ഓബ്ജക്റ്റ് മൂവിങ് ആയിട്ടിരിക്കും, അൺലെസ് ദർ ഇസ് ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അപ്പോൾ ഇതിൻ്റെ വളരെ കോമൺ എക്സാമ്പിൾ എന്താണ്, നമ്മളുടെ ഈ ട്രിക്കാണ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ഒബ്ജക്റ്റ് ഒരു ഗ്ലാസ് ഇരിക്കുന്ന ടേബിളിൽ അതിന് താഴെ പേപ്പറിൻ്റെ ഒരു കഷ്ണമുണ്ട്. ഞാൻ സഡൻ ആയിട്ട് ഈ പേപ്പർ വലിക്കുകയാണെങ്കിൽ ആ ഗ്ലാസ് അതേപടി അവിടെ തന്നെ ഇരിക്കും, അതൊരിക്കലും പോകാൻ പോകണില്ല. നമ്മൾ പേപ്പർ വലിച്ചു, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തത് എന്തുമാണ്, പേപ്പറിലാണ് നമ്മൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ഫോഴ്സ് അപ്ലൈ ഡയറക്റ്റ്ലി ചെയ്തിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നു ഗ്ലാസ് പേപ്പറിൽ ഇരിക്കുകയാണല്ലോ അപ്പോൾ അതിന് ഫോഴ്സ് വരും. അങ്ങനെയല്ല. കാരണം എന്താ, നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്ത് നോക്കുന്നത് എന്തുമാണ്, ഈ പേപ്പറിലാണ്. ഇവർ ഡയറക്റ്റ്ലി ലിങ്ക് ആയിട്ടില്ല. ഈ ഗ്ലാസും ഈ പേപ്പറും പരസ്പരം ലിങ്ക് ആയിട്ടില്ല. എന്ന് വെച്ചാൽ ആ ഫോഴ്സ് ആ പേപ്പറിൽ മാത്രമേ എക്സേർട്ട് ആവുള്ളൂ. അതിൻ്റെ കാരണം എന്തുണ്ടാവും, നമ്മൾ ഈ പേപ്പർ വലിക്കുകയാണ്. ഇഫ് വി പുൾ ദിസ് പേപ്പർ, വാട്ട് വിൽ ഹാപ്പൻ, ഗ്ലാസ്സിന് ഒരു എഫക്റ്റീവ് ഫോഴ്സ് അപ്ലൈ ആവണില്ല. ഗ്ലാസ് ആദ്യവും സ്റ്റേഷനറി ആയിരുന്നു, ആദ്യവും സ്ഥലത്ത് ഇരിക്കായിരുന്നു, അത് കഴിഞ്ഞിട്ടും അവിടെ തന്നെ അത് ഇരിക്കും, അതൊരിക്കലും പോവില്ല. സോ ദിസ് ഇസ് എ വെരി കോമൺ എക്സാമ്പിൾ, വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇതിൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, സാറേ ഈ ഒബ്ജക്ട്സ് അവരുടെ സ്റ്റേറ്റ് മാറ്റാത്തതിൻ്റെ കാരണം എന്താണ്, വൈ ഡോണ്ട് ഒബ്ജക്ട്സ് ചേഞ്ച് ദെയർ സ്റ്റേറ്റ് ബൈ ദംസെൽവ്സ്, തന്നെ താനേ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ സ്റ്റേറ്റ് മാറ്റാത്തതിൻ്റെ കാരണം എന്താണ്. ഇത് വളരെ ഒരു ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടിയാണ് ഫിസിക്സിലത്തെ. ഇത് ഐസക് ന്യൂട്ടനാണ് ശരിക്കും ഇത് പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ചത്. അതിനൊരു പേരുമുണ്ട്, നമുക്ക് ആ പേര് എന്താണെന്ന് ഇപ്പോൾ കണ്ടുപിടിക്കാം. അപ്പോൾ ആ ക്വാളിറ്റി, ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണെങ്കിൽ ഇരിക്കും, മൂവ് ചെയ്യുകയാണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആ ക്വാളിറ്റി എന്താണ്, നമ്മളുടെ ഇനർഷ്യ. ഈ ക്വാളിറ്റി എന്താ പറയുക, നമ്മൾ ഇനർട്ടിയ എന്നല്ല പറയാ, ഇത് നമ്മൾ പറയാ ഇനർഷ്യ. ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മൾ ഇനർഷ്യ എന്നാണ് പറയാ. അപ്പോൾ ഏതെങ്കിലും ഒബ്ജക്റ്റിന് മാസ് ഉണ്ടോ അതിന് ഇനർഷ്യ ഉണ്ടാവും. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി കോമൺ ടു ഓൾ ഒബ്ജക്ട്സ്. ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും ആ ഒബ്ജക്റ്റിന് ഫിസിക്കൽ മാസ് ഉണ്ട്, എന്തെങ്കിലും ഒരു മാസ് ഉണ്ട്. ഗ്രാം ആണെങ്കിലും കിലോഗ്രാം ആണെങ്കിലും ടൺ ആണെങ്കിലും ക്വിൻ്റൽ ആണെങ്കിലും എന്താണെങ്കിലും ആ കേസിൽ ആ ഒബ്ജക്റ്റിന് ഇനർഷ്യ ഉണ്ടാവും. ആൻഡ് ഇനർഷ്യ ഇസ് ഓഫ് മെനി ടൈപ്സ്. ഇനർഷ്യ പലതരം ഉണ്ട്, നമുക്കതിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓൾ ഒബ്ജക്ട്സ് റെസിസ്റ്റ് എ ചേഞ്ച് ഇൻ ദെയർ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അപ്പോൾ ഓർമ്മ വെക്കുക, നമ്മൾ ഈ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്, ഐദർ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ അതോ മൂവ് ചെയ്യണില്ലയോ എന്ന് വെച്ചാൽ, ഇസ് ദി ഒബ്ജക്റ്റ് മൂവിങ് ഓർ ഇസ് ദി ഒബ്ജക്റ്റ് സ്റ്റേഷനറി. ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് എന്താണ്, അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് എന്താണ്, ഇതാണ് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പഴയ കാലത്തെ സോളിഡ് ലിക്വിഡ് ഗ്യാസിൻ്റെ കാര്യമല്ല നമ്മൾ പറയുന്നത് ഇവിടെ. നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ മൂവ്മെൻറ്റിൻ്റെ ആബ്സെൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ എന്തൊക്കെയുണ്ട്, ഒബ്ജക്റ്റിന് സ്പീഡ് ഉണ്ടോ ഇല്ലയോ, സ്പീഡ് ഇല്ലെങ്കിൽ അത് സ്റ്റേഷനറി ആണ്. സ്പീഡ് ഉണ്ടെങ്കിൽ ആ സ്പീഡ് ഏത് ഡയറക്ഷനിലാണെന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് പറയണു, ഓൾ ഒബ്ജക്ട്സ് റെസിസ്റ്റ് എ ചേഞ്ച് ഇൻ ദെയർ സ്റ്റേറ്റ് ഓഫ് മോഷൻ. എന്ന് വെച്ചാൽ കറൻ്റ്ലി ഈ സമയത്ത് അവരുടെ സ്റ്റേറ്റ് എന്താണോ ആ സ്റ്റേറ്റിൽ നിന്ന് മാറാൻ അവർക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. എന്ന് വെച്ചാൽ എല്ലാ ഒബ്ജക്റ്റും വളരെ വളരെ ലേസി ആണെന്ന് വിചാരിക്കുക. ഒരു ഒബ്ജക്റ്റ് സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഇനി ഇവിടുന്ന് മാറണ്ട, ഞാൻ ഇവിടെ ഇരുന്നാൽ മതി. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ എനിക്ക് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി എനിക്ക് സ്പീഡ് മാറ്റാൻ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഡയറക്ഷൻ മാറ്റാൻ എനിക്ക് ഇഷ്ടമല്ല. മാറ്ററിൻ്റെ ഈ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഇനർഷ്യ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത്, ദി ടെൻഡൻസി ഓഫ് അൺഡിസ്റ്റർബ്ഡ് ഒബ്ജക്ട്സ് ടു സ്റ്റേ അറ്റ് റെസ്റ്റ് ഓർ ടു കീപ് മൂവിങ് വിത്ത് സെയിം വെലോസിറ്റി ഇസ് കോൾഡ് ഇനർഷ്യ. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഒരു ടേബിളിൽ നമ്മളുടെ ഒരു അയണിൻ്റെ ബോൾ ഉണ്ട്. വി ഹാവ് എ ബോൾ ഓഫ് അയൺ, ഇരുമ്പിൻ്റെ ഒരു ബോൾ ഉണ്ട്, ഷോർട്ട് പുട്ടിൽ നമ്മൾ കളിക്കുന്ന ബോളുണ്ട്. നമ്മളത് റോൾ ചെയ്യാണ് ഒരു സർഫസിൽ, ഒരു ഫ്ലോറിൽ നമ്മളതിനെ റോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു സ്പീഡുണ്ട്, അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ആ സ്പീഡും ആ ഡയറക്ഷൻ മാറ്റാൻ ആ ബോളിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഈ സ്പീഡിൽ തന്നെ ഈ ഡയറക്ഷനിൽ തന്നെ എനിക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് അതിൻ്റെ മോഹം. അങ്ങനെ തന്നെ
അതേ ഇരുമ്പിൻ്റെ ആ ഒരു ബോൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഇനി ഇവിടുന്ന് മൂവ് ചെയ്യാനും മോഹമില്ല. എൻ്റെ കറണ്ട് സ്റ്റേറ്റ് എന്താണ്? ഞാൻ സ്റ്റേഷനറി ആണ്. ഐ എം വെരി ഹാപ്പി, ഐ എം സിറ്റിംഗ് ഹിയർ, ഐ വിൽ നോട്ട് മൂവ് ഫ്രം ഹിയർ അൺലെസ് സമ്മൺ കമ്പൽസ് മീ. എന്നെ ആരെങ്കിലും കമ്പൽ ചെയ്താൽ മാത്രമേ ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്യുള്ളൂ. ഓർ യു ക്യാൻ തിങ്ക് ഓഫ് ഇനർഷ്യ ആസ് ലേസിനെസ്. ഒബ്ജക്ട്സിന് അവരുടെ കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് മാറാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ അതാണ് ഇവർ പറയുന്നത്, ഇവിടെ നമ്മളൊരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ അവരുടെ ആ സ്റ്റേറ്റ് മാറുള്ളൂ. ഒരു സ്റ്റേഷനറി ഓബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോഴ്സ് വേണം, ഒരു മൂവിങ് ഓബ്ജക്റ്റ് സ്റ്റേഷനറി ആവണമെങ്കിലും നമ്മൾക്ക് ഫോഴ്സ് വേണം. ദി ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഇസ് ഓൾസോ നോൺ ആസ് ദി ലോ ഓഫ് ഇനർഷ്യ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡെഫിനേഷൻ ഇപ്പോൾ പഠിച്ചത് എന്ന് വെച്ചാൽ ഒരു മൂവിങ് ഓബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും കോൺസ്റ്റന്റ് സ്പീഡിൽ, ഒരു സ്റ്റേഷനറി ഓബ്ജക്റ്റ് സ്റ്റേഷനറി തന്നെ ആയിരിക്കും, ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കും, അൺലെസ് എ ഫോഴ്സ് ഇസ് അപ്ലൈഡ്. അതെന്താണ് പറയുന്നത്? അത് ബേസിക്കലി നമ്മൾ ഇനർഷ്യ ഡിഫൈൻ ചെയ്യുന്നത്. ദി ഒബ്ജക്ട്സ് ഇനർഷ്യ ഈസ് ബീങ് ഡിഫൈൻഡ്. ദാറ്റ് ഈസ് വൈ നമ്മൾ ഫസ്റ്റ് ഓൺ എന്താ പറയുക? ദ ലോ ഓഫ് ഇനർഷ്യ. അപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ. വേറെ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ നിങ്ങളൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. നമ്മളൊക്കെ ബസ്സിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്, ബസ്സിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, മുകളിലത്തെ സ്ട്രാപ്പ് പിടിക്കേണ്ടിയും വന്നിട്ടുണ്ട്. സ്ട്രാപ്പ് പിടിക്കേണ്ട കാരണം എന്താ? സഡൻ ആയിട്ട് വഴിയിൽ ഒരു എരുമ വന്നു, ബസ് സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് എന്താവണു? നിങ്ങളുടെ എനർജി എന്താണ്? മൂവിങ് ആണ്. എന്ന് വെച്ചാൽ ഫോഴ്സ് അപ്ലൈ ആയത് ബ്രേക്കിൽ നിന്നാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ഫോഴ്സ് എന്തിലാണ്? ബസ്സിലാണ്, നിങ്ങളുടെ മേത്തല്ല. യു വർ മൂവിങ് ആറ്റ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. നിങ്ങൾ ആ റോഡിൽ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് യുവർ ബോഡി ഹാസ് ഇനർഷ്യ. ഇറ്റ് വാണ്ട്സ് ടു കീപ് മൂവിങ്. അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴും മൂവ് ചെയ്യണമെന്ന് മോഹമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്ട്രാപ്പ് പിടിച്ചെങ്കിൽ എന്തുണ്ടാവും? തെറിച്ച പോവും. യു വിൽ ഗോ ഫ്രണ്ട് ഇൻ ടു ദ ബസ്, യു വിൽ ബി ത്രോൺ ഫോർവേഡ് ഇൻ ടു ദ ബസ്. മറുവശത്ത് എന്താണ്? നമ്മൾ സഡൻ ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ, ഇഫ് വി ആർ ആക്സിലറേറ്റിംഗ്, വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ ആദ്യം എന്തായിരുന്നു? ഒരു പർട്ടിക്കുലർ സ്പീഡ് അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിരുന്നു. നമ്മൾ ബസ് നിർത്തിയിട്ട് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റേഷനറി ആയിരുന്നു, വെറുതെ നിൽക്കുകയാണ് നമ്മൾ സ്പീഡ് എന്താണ്? 0 ആണ്. പക്ഷേ ആ ഫോഴ്സ് അപ്ലൈ ആയത് എവിടെയാണ്? എഞ്ചിനിൽ നിന്ന് ഫോഴ്സ് അപ്ലൈ ആയത് ബസ്സിലേക്കാണ്, നിങ്ങളിലേക്കല്ല. എന്ന് വെച്ചാൽ നമ്മളുടെ ബസ് ഫോർവേഡ് പോവും, പക്ഷെ നമ്മൾ ഫോർവേഡ് പോവില്ല. വി വിൽ സ്റ്റേ വേർ വി ആർ. ആ കേസിൽ നമ്മൾ ഈ സ്ട്രാപ്പ് അടിച്ചിരിക്കുന്നുണ്ടാവും, വി വിൽ ബി ത്രോൺ ബാക്ക്വേർഡ്സ്. നമ്മൾ ബസ്സിൻ്റെ പിന്നിലേക്കാണ് വീഴാൻ പോകുന്നത്. സോ യോർ ഇനർഷ്യ ഇസ് അറ്റ് പ്ലേ ഹിയർ. നിങ്ങൾക്ക് ഇനർഷ്യയുള്ള കാരണമാണ് നിങ്ങൾ ഈ എഫക്ട്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. വേറൊരു എക്സാമ്പിൾ, നമ്മളൊരു വണ്ടി വി ആർ ട്രാവലിംഗ് ഇൻ എ കാർ. നമ്മളൊരു വണ്ടിയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ആ വണ്ടി ഒരു സ്ഥലത്ത് പോയി ഇടിച്ചു. അപ്പോൾ ഈ ഒബ്ജക്റ്റ് വണ്ടിയുടെ കൂടെ ഇടിച്ചപ്പോൾ വണ്ടിയുടെ മേലൊരു ഫോഴ്സ് വന്നു. എന്ന് വെച്ചാൽ ദി ഒബ്ജക്റ്റ് ഹാസ് എ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ കാർ. ദി ഒബ്ജക്റ്റ് ഇസ് അപ്ലൈയിങ് എ ഫോഴ്സ് ഓൺ ദ കാർ. എന്ന് വെച്ചാൽ ഈ വോൾ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു കാറിൽ. അപ്പോൾ കാർ എന്തായിരുന്നു? കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് മൂവിങ് ആറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ്, മാറാത്ത സ്പീഡ് മൂവ് ചെയ്യായിരുന്നു. അപ്പോൾ എന്തുണ്ടായി? ഈ ഫോഴ്സ് അപ്ലൈ ആയപ്പോൾ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു പോയി. സഡൻ ആയിട്ട് അതിൻ്റെ സ്പീഡ് വളരെ വളരെ കുറഞ്ഞു. പക്ഷേ യു ആർ സിറ്റിംഗ് ഇൻസൈഡ് ദിസ് കാർ. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ആ വോൾ ഫോഴ്സ് അപ്ലൈ ചെയ്തത് വണ്ടിയിലാണ്, നിങ്ങളുടെ മേത്തല്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ വെലോസിറ്റി ഇപ്പോഴും അത്ര തന്നെയാണ്, മുമ്പത്തെ വെലോസിറ്റി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ വാട്ട് ഹാപ്പൻസ്? യു ആർ ത്രോൺ ഫോർവേഡ്. നിങ്ങൾ വണ്ടിയിൽ മുമ്പിലേക്ക് ത്രോ ആവാ ചെയ്യുന്നത്. അത് കാരണം നമ്മൾ വണ്ടിയിൽ എന്ത് വെക്കുന്നത്? എയർ ബാഗ് വെക്കുന്നതിൻ്റെ കാരണം അതാണ്. വണ്ടിയിൽ എയർ ബാഗ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവുന്നു? അതൊരു കുഷനായിട്ട് അത് ആക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് പരിക്ക് വരാണ്ട് അത് നിങ്ങളെ സേവ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് ഇനർഷ്യ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? നമ്മൾ പ്രീവിയസ് കേസിൽ വണ്ടി സ്റ്റാർട്ട് ആവുമ്പോൾ നമ്മൾ സ്റ്റേഷനറി ആണ്. വണ്ടി ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെവിടെയാണ്? നിൽക്കുകയാണ്. ആ കേസിൽ വി ആർ ത്രോൺ ബാക്ക്വേർഡ്സ്. അപ്പോൾ നമ്മൾ എന്താ കാണിക്കുന്നത്? വി ആർ ഷോയിങ് ദ ഇനർഷ്യ ഓഫ് റെസ്റ്റ്. ഒരു ചലിക്കാത്ത മൂവ് ചെയ്യാത്ത ഒബ്ജക്റ്റിൻ്റെ ഇനർഷ്യയാണ് നമ്മൾ അവിടെ കാണുന്നത്. പക്ഷെ അടുത്ത കേസിൽ എന്താണ്? നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, സഡൻ ആയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ഇടിച്ച കാരണം സഡൻ ആയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ അപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ സ്റ്റേറ്റ് ഹാസ് നോട്ട് ചേഞ്ച്ഡ്, വി ആർ സ്റ്റിൽ മൂവിങ്. ആ കേസിൽ നമ്മൾ എന്താ കണ്ടത്? വി സോ ദി ഇനർഷ്യ ഓഫ് മോഷൻ. അപ്പോൾ മിനിമം 2 തരം ഇനർഷ്യ ഉണ്ട്. വി ഹാവ് ദി ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് വി ഹാവ് ദി ഇനർഷ്യ ഓഫ് മോഷൻ. ഇത് ഓർമ്മ വയ്ക്കാം. നൗ ഇനർഷ്യ ആൻഡ് മാസിന് തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ്? നിങ്ങൾ ഫിസിക്സിൽ കൂടുതൽ അഡ്വാൻസ് കോഴ്സസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതാണ്, ഒരു ഓബ്ജക്റ്റിന് മാസ് എത്ര കൂടുന്നോ അതിൻ്റെ ഇനർഷ്യ അത്ര തന്നെ കൂടും. ഒരു ഓബ്ജക്റ്റിൻ്റെ മാസ് എത്ര കുറയണോ അതിൻ്റെ ഇനർഷ്യ അത്ര തന്നെ കുറയും. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഒരു ഫുട്ബോൾ ഉണ്ട്, അതിൻ്റെ മാസ് 1 കിലോഗ്രാമിന് താഴെയാണ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റാണ്, കൂടുതൽ മാസ് അതിനില്ല. നമ്മളുടെ വലിയൊരു കല്ലുണ്ട്, കരിങ്കല്ലുണ്ട്, അതിൻ്റെ മാസ് എത്ര? 20-30 കിലോഗ്രാം മിനിമം ഉണ്ടാവും. ഇഫ് യു കേക്ക് എ ഫുട്ബോൾ, നമ്മളൊരു ഫുട്ബോളിനെ കിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്? അത് മൂവ് ചെയ്യും.
ബിക്കോസ് ഇറ്റ്സ് ഇനർഷ്യ ഈസ് വെരി ലോ. ഇനർഷ്യ കുറവായ കാരണം അതിനെ മൂവ് ചെയ്യാനായിട്ട് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ഒരു മൂവിങ് ഫുട്ബോളിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടും കൂടുതൽ ഫോഴ്സിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ, അതിൻ്റെ ഇനർഷ്യ വളരെ വളരെ കുറവാണ്. അതിൻ്റെ മാസ് കുറവായ കാരണം അതിൻ്റെ ഇനർഷ്യ വളരെ വളരെ കുറവാണ്. നമ്മൾ അതേ കളി ഇതിൻ്റെ കൂടെ ട്രൈ ചെയ്താൽ എന്താവും, കാലൊടിയും. ഇവിടെ ഇതിന് 20-30 കിലോ വെയിറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഇനർഷ്യ വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ നമ്മൾ അതിനെ കിക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്താലേ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അത്ര ഫോഴ്സ് നമ്മളുടെ കാലിലും അപ്ലൈ ആവുന്നുണ്ട്. വി വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ്. നമ്മൾ എത്ര ഫോഴ്സ് ഈ കല്ലുമ അപ്ലൈ ചെയ്തു അത്ര ഫോഴ്സ് തന്നെ ആ കല്ല് നമ്മളുടെ കാലിലും അപ്ലൈ ചെയ്യും. അത് കാരണം എന്താണ്, കാല് ഒടിയും. അപ്പോൾ ഇനർഷ്യ എത്ര കൂടുന്നത്, മാസിൻ്റെ കൂടെ. മാസ് കൂടാണെങ്കിൽ ഇനർഷ്യ കൂടും, മാസ് കുറയാണെങ്കിൽ ഇനർഷ്യ കുറയും. We can even say that mass and inertia of rest are the same thing. എന്ന് വെച്ചാൽ ഇവരുടെ കോറിലേഷൻ അത്ര ക്ലിയർ ആണ്, ഇവരുടെ പരസ്പരമുള്ള കോറിലേഷൻ ലിങ്ക് അത്ര ക്ലിയർ ആണ്. മാസ് എത്ര കൂടുന്നോ റെസ്റ്റ് ഇനർഷ്യ അത്ര തന്നെ കൂടും, നമ്മുടെ ഇനർഷ്യ ഓഫ് റെസ്റ്റ് അത്ര തന്നെ കൂടും. സോ യു ക്യാൻ യൂസ് ദീസ് ടേംസ് ഇൻ്റർചേഞ്ചബിളി. സ്റ്റേഷനറി ഒബ്ജക്ട്സിൻ്റെ ഇനർഷ്യ അവരുടെ മാസിൻ്റെ ഈക്വൽ തന്നെയാണെന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. സോ വാട്ട് ഈസ് മൊമെൻറ്റം? ഈ മൊമെൻറ്റം എന്ന് പറയുന്ന സാധനം എന്താണ്? നമ്മൾക്കൊരു കേസ് നോക്കാം ഇവിടെ. ബിഫോർ വി ഗോ ടു ദിസ് ഇക്വേഷൻ നമുക്ക് ഫിസിക്കലി മനസ്സിലാക്കാം, വിഷ്വലി മനസ്സിലാക്കാം ഈ മൊമെൻറ്റം എന്താണെന്ന്. വി ഹാവ് 2 ബോക്സസ്. നമ്മളിൽ 2 ബോക്സസ് ഉണ്ട്, ബോക്സ് എ ആൻഡ് ബോക്സ് ബി. ഈ ബോക്സിൻ്റെ എല്ലാം പ്രോപ്പർട്ടിയും സെയിം ആണ്. എന്ന് വെച്ചാൽ അവരുടെ സൈസും സെയിം ആണ്, മെറ്റീരിയലും സെയിം ആണ്, അവരുടെ മാസും എക്സാക്ട്ലി സെയിം ആണ്. പക്ഷേ ദേ ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ്. അതെന്താണ്? നമ്മളുടെ റെസ്പെക്റ്റിൽ, ഇൻ റെസ്പെക്ട് ടു അസ്, ദിസ് ബോക്സ് ഇസ് സ്റ്റേഷനറി. അതിൽ ചലനം തീരെ ഇല്ല, അത് സ്ഥലത്ത് ഇരിക്കുകയാണ്. വെലോസിറ്റി എത്രയാണ് അതിൻ്റെ? 0. ബട്ട് ദിസ് ബോക്സ് ബി എന്താണ്? മൂവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് മൂവിങ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അതിൻ്റെ വെലോസിറ്റി മാറണില്ല, ഡയറക്ഷനും മാറണില്ല, അതിൻ്റെ സ്പീഡും മാറണില്ല. എത്രയാണ്? 3 meters per second ടുവേർഡ്സ് മൈ ലെഫ്റ്റ് ആണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സും ഈ ബോക്സിലും ഒരു ഡിഫറൻസ് ഉണ്ട്. എന്നാണ്? അവരുടെ വെലോസിറ്റീസ് സെയിം അല്ല. ഈ ബോക്സ് നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇതിൻ്റെ ഇനർഷ്യ മാസ് കാരണം മാത്രമാണ്, വേറെ ഒരു എഫക്റ്റ് അതിലില്ല. ഇറ്റ് ഈസ് നോട്ട് മൂവിങ്. ഒരു മൂവ് ചെയ്യാത്ത ഒബ്ജക്റ്റ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. ഇറ്റ് വിൽ സ്റ്റേ വേർ ഇറ്റ് ഈസ് അറ്റ് 0 വെലോസിറ്റി. പക്ഷേ ദിസ് ഒബ്ജക്റ്റ് ബോക്സ് ബി എന്താണ് മൂവ് ചെയ്യുന്നത്? 3 meters per second സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്പീഡ് നമ്മൾ മാറ്റണമെങ്കിൽ, ഇതിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഈ വെലോസിറ്റി കാരണം ഇതിലൊരു പുതിയ പ്രോപ്പർട്ടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി എന്താണ്? ആ പ്രോപ്പർട്ടിയാണ് നമ്മളുടെ മൊമെൻറ്റം. മൊമെൻറ്റം സിമ്പിൾ എന്താണ്? സ്മോൾ പി ആണ് ഇതിൻ്റെ സിമ്പിൾ. ആൻഡ് ഫോർമുല എന്താണ്? മൊമെൻറ്റം ഇസ് മാസ് മൾട്ടിപ്ലൈഡ് ബൈ വെലോസിറ്റി. എന്ന് വെച്ചാൽ ദിസ് ഈസ് മാസ് മൾട്ടിപ്ലൈഡ് ബൈ വെലോസിറ്റി. ഇത് നമുക്ക് ഇൻഫർമേഷൻ എന്താ കിട്ടുന്നത്? ഈ ക്വാണ്ടിറ്റി, മൊമെൻറ്റം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിലാണ്? അത് മാസിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് സ്പീഡിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് ഡയറക്ഷനിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്പീഡ്, മാസ് ആൻഡ് ഡയറക്ഷൻ, ഈ 3 ക്വാണ്ടിറ്റിയുടെ എഫക്റ്റും ഇതുമേ ഉണ്ടാവും, മൊമെൻറ്റത്തിൽ ഉണ്ടാവും. അപ്പോൾ എനി മൂവിങ് ഒബ്ജക്റ്റ് ഹാസ് മൊമെൻറ്റം. നമ്മളുടെ റെസ്പെക്റ്റിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ റെസ്പെക്റ്റിൽ അതിനൊരു മൊമെൻറ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ മൊമെൻറ്റം എന്തിൻ്റെ പ്രൊപ്പോർഷനിലാണ്? നമ്മൾ മാസ് എത്ര കൂടുതലാണോ ഒബ്ജക്റ്റിൻ്റെ, മൊമെൻറ്റം അത്ര തന്നെ കൂടും. അതിൻ്റെ വെലോസിറ്റി എത്ര കൂടുന്നോ മൊമെൻറ്റം അത്ര തന്നെ കൂടും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇതിൻ്റെ സ്പീഡ് മാറ്റിയിട്ട് 30 meters per second ആക്കി. ആദ്യം എത്രയായിരുന്നു? 3 meters per second ആയിരുന്നു. ഇപ്പോൾ അത് 30 meters per second ആയി. അപ്പോൾ എന്തുണ്ടായി? അതിൻ്റെ മാസ് മാറിയിട്ടില്ല അല്ലേ? മാസ് ഇപ്പോഴും സെയിം തന്നെയാണ്, പക്ഷേ മൊമെൻറ്റും മാറി. കാരണം എന്താ? ദ സ്പീഡ് ഹാസ് ഇൻക്രീസ്ഡ് ബൈ 10 times. അപ്പോൾ മൊമെൻറ്റും എത്രയാവും? 10 times ഇൻക്രീസ് ആവും. പക്ഷേ നമ്മൾ ഈ കോൺസെപ്റ്റ് പഠിക്കുന്നതിൻ്റെ ആവശ്യം എന്താ? വൈ ഡു വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് മൊമെൻറ്റം ഇസ്? ഇത് മനസ്സിലാക്കുന്ന കാരണം എന്താ? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഡീൽ ചെയ്യുന്നത് എന്തിൻ്റെ കൂടെയാണ്? മൊമെൻറ്റത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ നമുക്ക് മൊമെൻറ്റത്തിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ഇപ്പോൾ കിട്ടി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ് ഓഫ് ദി ഒബ്ജെക്റ്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വെലോസിറ്റി ഓഫ് ദി ഒബ്ജെക്റ്റ്. രണ്ടെണ്ണത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊമെൻറ്റം കിട്ടും. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us say that the mass of this object is 10 kilograms. എന്താണ്? ഈ ബോക്സിൻ്റെ മാസ് എത്രയാണ്? 10 kilogram ആണ്. ഇതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 30 meters per second ആണ്. അപ്പോൾ മൊമെൻറ്റം എത്ര വരും? വാട്ട് വിൽ ബി ദ മൊമെൻറ്റം? അപ്പോൾ P is equal to M multiplied by V. എപ്പോഴും ഓർമ്മ വയ്ക്കുക, ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ഏത് സബ്ജക്റ്റിലാണെങ്കിലും കാൽക്കുലേഷൻസ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിലാണ്.
We should always do calculations in standard units. അപ്പോൾ ഇവിടെ മാസ് സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ്, ഒരു പ്രശ്നവുമില്ല. നമ്മളുടെ വെലോസിറ്റിയും സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ്, ഒരു പ്രശ്നവുമില്ല. വി ക്യാൻ സിംപ്ലി മൾട്ടിപ്ലൈ ദം. ഒരു കൺവേർഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. 10 kilograms multiplied by 30 meters per second. That is 300 kilograms meters per second. ഇതാണ് ഇതിൻ്റെ യൂണിറ്റ്. 300 kilograms meters per second. ഈ കേസിൽ ഇൻ ദ പ്രീവിയസ് കേസ് ഇവിടെ മൊമെൻറ്റം എത്രയാണ്? വാട്ട് വിൽ മൊമെൻറ്റം ഹിയർ? P will be equal to mass multiplied by velocity. That is 10 kilograms multiplied by 0 meters per second. അപ്പോൾ മൊമെൻറ്റം എത്രയായി? 0 kilograms meters per second. അപ്പോൾ ഈ കേസിൽ ഒബ്ജക്റ്റിന് ഒരു മൊമെൻറ്റവും ഇല്ല. ഈ കേസിൽ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കാരണം, വെലോസിറ്റി കാരണം ഈ കേസിൽ മൊമെൻറ്റം ഉണ്ട്. Now we will understand why this is important. ഈ മൊമെൻറ്റം എന്ന ക്വാളിറ്റി മനസ്സിലാക്കേണ്ട ആവശ്യം എക്സാക്ട്ലി എന്താണെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ലെറ്റ്സ് സീ. സോ ദിസ് ഈസ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. നമ്മളുടെ ഒരു ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ എന്ത് ചേഞ്ച് ആണ് കൊണ്ടുവരാൻ പോകണമെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ത്രൂ ന്യൂട്ടൺസ് ലോസ്. നമ്മൾ ഒരു ലോ പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്ട് ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് മാറില്ല. ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആണെങ്കിൽ സ്റ്റേഷനറി ആയിട്ടിരിക്കും, ഒബ്ജക്റ്റ് മൂവിങ് ആണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ആ സ്റ്റേറ്റ് മാറുള്ളൂ. പക്ഷേ ആ സ്റ്റേറ്റിൽ എത്ര മാറ്റം ഉണ്ടാവും? ഹൗ മച്ച് ചേഞ്ച് വിൽ ദെയർ ബി? നമ്മൾ ഇത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ വെലോസിറ്റിയിൽ എത്ര ഡിഫറൻസ് വന്നു, സ്പീഡിൽ എത്ര ഡിഫറൻസ് വന്നു, ഡയറക്ഷനിൽ എത്ര ഡിഫറൻസ് വന്നു? ഇത് മനസ്സിലാക്കണമെങ്കിൽ വി റിക്വയർ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. എന്താ പറയണേ? ദി സെക്കൻഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് the rate of change of momentum of a body is directly proportional to the net external force applied, and this change in momentum is the direction of the force applied. നീണ്ട ഒരു ഡെഫിനിഷൻ ആണ്. ലെറ്റ്സ് ബ്രേക്ക് ദിസ് ഡൗൺ. ഇത് കഷ്ണാക്കിയിട്ട് നമ്മൾക്ക് ഡീൽ ചെയ്യാം. സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താ പറയുന്നത്? The rate of change of momentum of a body എന്ന് വെച്ചാൽ നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റും എത്ര വേഗതയോടെയാണ് ചേഞ്ച് ആവുന്നത്. നമ്മളുടെ ഒരു മൊമെൻറ്റും 0 ആയിരുന്നു, ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് മൊമെൻറ്റും കൂടി, ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് മൊമെൻറ്റും ഒന്നുകൂടിയും കൂടി. അപ്പോൾ എത്ര വേഗമാണ് ഈ മൊമെൻറ്റും മാറണേ എന്നാണ് ഇവർ പറയുന്നത്. അത് എന്തിൻ്റെ ഈക്വലാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നെറ്റ് എക്സ്റ്റേർണൽ ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ദിസ് ചേഞ്ച് ഇൻ മൊമെൻറ്റും ഈസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് അപ്ലൈഡ്. എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സിനൊരു ഡയറക്ഷൻ ഉണ്ട്. അതൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ എന്താണ്? ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആവും. നമ്മളിതെല്ലാം പഠിച്ചത്. നമ്മളുടെ ഫോഴ്സസ് ബാലൻസ്ഡ് ആണെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റിൽ ഒരു മാറ്റവും വരില്ല. ബട്ട് ഇഫ് ദി ഒബ്ജക്റ്റ് ഇസ് അണ്ടർ അൺബാലൻസ്ഡ് ഫോഴ്സ് ദി ഒബ്ജക്റ്റ് സ്റ്റേറ്റ് വിൽ ചേഞ്ച്. ആ സ്റ്റേറ്റ് എങ്ങനെയാണ് മാറുന്നത്? നമ്മളൊരു ഫോഴ്സ് അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം ആണ് മാറുന്നത്. ഇഫ് someone asks you, നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, ടീച്ചർ ചോദിക്കുകയാണ്, സ്റ്റുഡൻറ്റ് ടെൽ മീ വാട്ട് ചേഞ്ചസ് വെൻ യു അപ്ലൈ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഒരു ഒബ്ജക്റ്റിൽ നമ്മളൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് മാറാൻ പോണേ? വാട്ട് വിൽ ചേഞ്ച്? നിങ്ങളുടെ ആൻസർ എന്താവും? സർ ഓർ മാം, when we apply an unbalanced force to an object, its momentum will change. അതിൻ്റെ മൊമെൻറ്റം എന്താണ്? ചേഞ്ച് ആവും. ഈ മൊമെൻറ്റം സ്ലോലി ചേഞ്ച് ആവാം, ഈ മൊമെൻറ്റം വളരെ ക്വിക്ക്ലി ചേഞ്ച് ആവാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കാറിലിരിക്കുകയാണ്. ഐ ആം സിറ്റിംഗ് ഇൻ എ സ്വിഫ്റ്റ് കാർ ആൻഡ് മൊമെൻറ്റം ഇസ് ചേഞ്ചിങ്, റൈറ്റ്? ഞാൻ ആക്സിലേറ്റർ കൊടുത്തപ്പോൾ അതിൻ്റെ മൊമെൻറ്റം കൂടി. നാളെ ഞാനൊരു റേസ് കാറിൽ പോയിരുന്നു. ഐ ആം സിറ്റിംഗ് ഇൻ എ വൈപ്പർ വെനം, വളരെ ഫാസ്റ്റ് കാറാണ്. അതിൽ ഞാൻ ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ എന്താവും? മൊമെൻറ്റും വളരെ വേഗം ചേഞ്ച് ആവും. സോ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റും, എത്ര വേഗമാണ് എൻ്റെ മൊമെൻറ്റും മാറണേ, അത് എന്തുകൊണ്ടാണ് ഡിസൈഡ് ആവുന്നത്? വാട്ട് ഈസ് ദി എക്സ്റ്റേർണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈഡ്. എൻ്റെ മേത്ത് അല്ലെങ്കിൽ ആ വണ്ടിയുടെ മേത്ത് എത്ര ഫോഴ്സാണ് നിങ്ങൾ അൺബാലൻസ്ഡ് ആയിട്ടുള്ള അപ്ലൈ ചെയ്തത്, അതാണ് ഇത് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന്? ഒരു ഒബ്ജക്റ്റിന് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് മാറും. ആ പ്രോപ്പർട്ടി എന്താണ്? അത് മൊമെൻറ്റം ആണ്. ദ പ്രോപ്പർട്ടി ദാറ്റ് വിൽ ചേഞ്ച് ഇസ് മൊമെൻറ്റം. ദി ഒബ്ജക്ട്സ് മൊമെൻറ്റം വിൽ ചേഞ്ച്. ആ മൊമെൻറ്റം എത്ര വേഗം ചേഞ്ച് ആവുന്നു, ഫോഴ്സ് അത്ര കൂടുതലാണ്. ആ മൊമെൻറ്റം എത്ര സ്ലോലി ചേഞ്ച് ആവുന്നു, ഫോഴ്സ് അത്ര തന്നെ കുറവാണ്. നമുക്കിനി കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് കണ്ടിട്ട് ഇത് മനസ്സിലാക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് സം പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. സോ ഹിയർ വി ഹാവ് എ ചൈൽഡ് ക്യാച്ചിങ് എ ബോൾ. അപ്പോൾ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ ഇഫ് എ ബോൾ ഇസ് കമ്മിങ് ടുവേർഡ്സ് യു ആൻഡ് യു ജസ്റ്റ് പുട്ട് യുവർ ഹാൻഡ്സ് ഹിയർ, നിങ്ങൾ വെറുതെ നിങ്ങൾ കൈവിടെ വെച്ചു, എന്നുണ്ടാവും കൈ വേദനിക്കും, നന്നായിട്ട് വേദനിക്കും. കാരണം എന്താ? നിങ്ങൾ സഡൻ ആയിട്ട് എന്താണ് ആ ബോളിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തു, അതിൻ്റെ മൊമെൻറ്റും നിങ്ങൾ ചേഞ്ച് ചെയ്തു. ഈ മൊമെൻറ്റും വേഗം ചേഞ്ച് ആകുമ്പോഴുണ്ടാവുന്നു ഫോഴ്സ് കൂടെ ചെയ്യുന്നത്. ആ ബോൾ നിങ്ങളുടെ കൈമർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആ വേഗം പിടിക്കുകയാണ്. യു ജസ്റ്റ് ഗോ ആൻഡ് ഗ്രാബ് ദാറ്റ്
ball, what happens? The ball comes to a sudden stop. ഈ ക്രിക്കറ്റ് ബോൾ ഒരു സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു, സഡൻ ആയിട്ട് നിങ്ങൾ അതിനെ നിർത്തി. ഈ സഡൻ ആയിട്ട് നിർത്തിയപ്പോൾ ഉണ്ടായി അതിൻ്റെ വെലോസിറ്റി വളരെ വേഗം ചേഞ്ച് ചെയ്തു. വെലോസിറ്റി ചേഞ്ച് ആയപ്പോൾ ഉണ്ടായി അതിൻ്റെ മൊമെൻറ്റുമും വളരെ വളരെ വേഗമാണ് ചേഞ്ച് ആയത്. അപ്പോൾ എന്തുണ്ടാവും, ഫോഴ്സ് കൂടും ആൻഡ് ദ പെയിൻ വിൽ ബി മോർ. ഓൺ ദി അതർ ഹാൻഡ് നിങ്ങളത് സ്ലോലി പിടിക്കുകയാണ്, നിങ്ങളുടെ കൈയും നിങ്ങൾ കൂടെ കൊണ്ടുവരാണ്, യു ആർ ക്യാച്ചിങ് ഇറ്റ് സ്ലോലി. എന്ന് വെച്ചാൽ അതിൻ്റെ വെലോസിറ്റി വളരെ വളരെ സ്ലോലിയാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത്. വെലോസിറ്റി സ്ലോലി ചേഞ്ച് ആകുമ്പോൾ അർത്ഥം എന്താണ്, അതിൻ്റെ മൊമെൻറ്റമും വളരെ സ്ലോലിയാണ് ചേഞ്ച് ആവുക. അത് കാരണം കൊണ്ട് ഫോഴ്സ് അപ്ലൈ ആയതും കുറയും, നിങ്ങളുടെ കൈ വരുന്ന ഫോഴ്സും കുറയും, വേദനയും കുറയും. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി സെക്കൻഡ് ലോ ഓഫ് മോഷൻ. വേറൊരു എക്സാമ്പിൾ കാണാം. രണ്ട് വണ്ടികൾ, വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് ഇസ് ഓൺ എ ബൈക്ക് ആൻഡ് യു ആർ ഓൺ എ ബൈക്ക്, റൈറ്റ്? ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്നു, പരസ്പരം വന്ന് ഇടിച്ചു. ദി ഇഞ്ചുറീസ് ആർ വെരി സിവിയർ. ആ കേസിൽ ഇത് ഉണ്ടാവാണ്ടിരിക്കട്ടെ, പക്ഷേ ഇത് ഉണ്ടാവുകയാണെങ്കിൽ ഇഞ്ചുറീസ് വളരെ വളരെ സിവിയർ ആവും. കാരണം എന്താ, വെൻ യു ഹിറ്റ് ഹെഡ് ഓൺ, നിങ്ങൾ ഓപ്പോസിറ്റ് ആക്ഷൻ ഒന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വെലോസിറ്റീസ് ഉണ്ടായിരുന്നു, റൈറ്റ്? ഹി ഹാഡ് എ വെലോസിറ്റി ആൻഡ് യു ഹാഡ് എ വെലോസിറ്റി. ആ വെലോസിറ്റി സഡൻ ആയിട്ട് സീറോ ആയി. എന്ന് വെച്ചാൽ നിങ്ങൾ പരസ്പരം ഒന്ന് ഇടിച്ചപ്പോൾ എന്താണ്, ഈ രണ്ട് ബൈക്സ് സഡൻ ആയിട്ട് അവരുടെ വെലോസിറ്റി എന്താണ്, സീറോ ആയി. സീറോ ആയപ്പോൾ ഉണ്ടായി അവരുടെ മൊമെൻറ്റും ചേഞ്ച് ആയി. അത് മാത്രമല്ല ആ മൊമെൻറ്റും വളരെ വളരെ ചെറിയ ഒരു നിമിഷത്തിലാണ് ചേഞ്ച് ആകുന്നത്. ദ മൊമെൻറ്റും ഹാസ് ഗോൺ ഫ്രം സം വാല്യൂ ടു സീറോ ഇൻ എ വെരി ഷോർട്ട് ടൈം. അത് കാരണം എന്താണ്, ഫോഴ്സ് അപ്ലൈഡ് വളരെ വളരെ കൂടുതലാണ്. അങ്ങനെയാണ് കൈയും കാലും ഓടിയുന്നത്. ദാറ്റ് ഈസ് വൈ ഹെഡ് ഓൺ കൊളിഷൻ ഇസ് സോ ബാഡ്. നമ്മൾ നേരെ ഒന്ന് ഇടിക്കുകയാണെങ്കിൽ വളരെ സിവിയർ കൊളിഷനാണ്. കാരണം എന്താ, നിങ്ങളുടെ മൊമെൻറ്റും വളരെ വേഗം ചേഞ്ച് ചെയ്തു. അത് വേഗം ചേഞ്ച് ചെയ്ത കാരണം എന്താണ്, ഫോഴ്സ് അപ്ലൈഡ് ആയതും കൂടുതലായിരുന്നു. ഓൺ ദി അതർ ഹാൻഡ് നിങ്ങളൊരു വണ്ടി പിന്നീന്ന് പോയി ഇടിക്കുകയാണെങ്കിൽ അത്ര എഫക്റ്റ് കാണില്ല. എന്ന് വെച്ചാൽ വീഴാണെങ്കിലും കൈയും കാലൊന്നും പ്രോബബ്ലി ഒടിയില്ല. കാരണം എന്താ, ഈ കേസിൽ നിങ്ങളുടെ സ്ലോയിങ് വളരെ ഗ്രാജുവലാണ്. നിങ്ങൾ ഇടിച്ചു, പക്ഷെ അത്ര വേഗം നിങ്ങൾ സ്റ്റോപ്പ് ആയില്ല. ഇടിച്ചാലും കുറച്ച് സമയം എടുത്ത് സ്റ്റോപ്പ് ആവാനായിട്ട്. അത് കാരണം എന്തുണ്ടാവണു, ദി അപ്ലൈഡ് ഫോഴ്സ് ഇസ് ലെസ്. കാരണം എന്താ, നിങ്ങളുടെ മൊമെൻറ്റം ചേഞ്ച് ആവുന്നത് കുറച്ചുകൂടിയും സ്ലോലിയാണ്. അത് കാരണം ഫോഴ്സ് അപ്ലൈഡും കുറച്ച് കുറവാണ്. ഇഞ്ചുറി അത്ര ഉണ്ടാവില്ല. ഏത് കൈയും കാലം എന്തെങ്കിലുമൊക്കെ പരിക്ക് വരും, പക്ഷേ അത്ര സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറി നിങ്ങൾക്ക് ഈ കേസിൽ ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ഓർമ്മ വയ്ക്കുക, മൊമെൻറ്റും എത്ര സ്ലോലി ചേഞ്ച് ചെയ്യണു, ഫോഴ്സ് അത്ര കുറവാവും. മൊമെൻറ്റും എത്ര ക്വിക്ക്ലി ചേഞ്ച് ചെയ്യണു, ഫോഴ്സ് അത്ര കൂടുതലാവും. ഇത് ഓർമ്മ വയ്ക്കുക. അപ്പോൾ നമ്മൾക്കിനി ലാസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ഉണ്ട്, ദ തേർഡ് ലോ ഓഫ് മോഷൻ. ഇത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എക്സാമിൽ മാർക്ക് വന്നില്ലെങ്കിൽ വീട്ടിൽ വഴക്ക് കേൾക്കേണ്ടി വരും. വല്ല തെറ്റ് ചെയ്യുകയാണെങ്കിൽ ടീച്ചർ നിങ്ങളെ വഴക്ക് പറയും. അതെന്താണ്, നിങ്ങളൊരു ആക്ഷൻ എടുത്തു, അതിനൊരു റിയാക്ഷൻ ഉണ്ടായി. എക്സാമിൽ നല്ല മാർക്സ് വന്നു, വീട്ടിൽ പോയപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. ദാറ്റ് ഈസ് എ റിയാക്ഷൻ. എക്സാമിൽ ടോപ്പ് ചെയ്തു, ഡിസ്ട്രിക്റ്റ് ടോപ്പ് ചെയ്തു, നാട്ടിൽ വളരെ വളരെ നന്നായിട്ട് പേര് എല്ലാവരും അറിഞ്ഞു. ദാറ്റ് ഈസ് ഓൾസോ എ റിയാക്ഷൻ. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ലോയെ പറ്റി വിചാരിക്കുകയാണെങ്കിൽ ഓർമ്മ വയ്ക്കുക, മെൻ്റലി ജസ്റ്റ് സ്വിച്ച് ദിസ് വേർഡ് ആക്ഷൻ വിത്ത് ഫോഴ്സ് ആൻഡ് റിയാക്ഷൻ വിത്ത് ഫോഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ടു എവറി ഫോഴ്സ് there is an equal and opposite force. നമ്മൾ എന്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ട്. വേറെ വിധത്തിൽ പറയുകയാണെങ്കിൽ യു കെൻ നോട്ട് ടച്ച് എനിത്തിങ് വിതൗട്ട് ബീങ് ടച്ച്ഡ് യുവർ സെൽഫ്. നമ്മൾ എന്തെങ്കിലും ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഓബ്ജക്റ്റ് നമ്മളെയും ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഓബ്ജക്റ്റിന് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഓബ്ജക്റ്റും നമ്മളുടെ മേത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഐസൊലേറ്റഡ് ഫോഴ്സ് പോസിബിളേ അല്ല. Forces will always have a friend. A force will always occur in a pair. രണ്ട് ഫോഴ്സസ് ആണ് എപ്പോഴും ആക്ട് ചെയ്യുന്നത്, ഒരിക്കലും ഒരു സിംഗിൾ ഫോഴ്സ് ആക്ട് അല്ല ചെയ്യുന്നത്. ലെറ്റ് സീ സം എക്സാമ്പിൾസ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഐസൊലേറ്റഡ് ഫോഴ്സ് പോസിബിൾ അല്ല. ഞാൻ ഈ പെനിന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ പേന എൻ്റെ കയ്യിലും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിന് ഫോഴ്സ് കൂട്ടുകയാണെങ്കിൽ എൻ്റെ ഫിംഗറിൽ വരുന്ന ഫോഴ്സും കൂടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ദാറ്റ് ഇസ് ഇൻ വൺ ഡയറക്ഷൻ. ഈ പേന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആൻഡ് അവരുടെ അമൗണ്ട്സും സെയിം ആണ്. ഞാൻ ഇവിടെ 5 ന്യൂട്ടൺസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ പേനയും എൻ്റെ ഫിംഗറിൽ 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. വേറൊരു എക്സാമ്പിൾ, നമ്മളൊരു തോക്ക് ഫയർ ചെയ്യുകയാണെന്ന് വെക്കുക. ഇഫ് യു ആർ ഫയറിങ് എ ഗൺ, നിങ്ങൾ പോയിട്ട് ആർമി ജോയിൻ ചെയ്തു, അവിടെ നിങ്ങൾ തോക്ക് കൊടുത്തു, ആ തോക്ക് നിങ്ങൾ ഫയർ ചെയ്യണു. വെൻ യു ഫയർ ദിസ് ഗൺ എന്നുണ്ടാവണു, ഈ ഗണ്ണിൻ്റെ ഉള്ളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ആവുന്നുണ്ട് ഈ ബുള്ളറ്റിന്. ദ ഗൺ ഇസ് അപ്ലൈങ് എ ഫോഴ്സ് ഓൺ ദ ബുള്ളറ്റ്. അത് കാരണം ഈ ബുള്ളറ്റ്
ഒരു ഡയറക്ഷനിൽ പോകണു, പക്ഷേ ദാറ്റ് ബുള്ളറ്റ് ഈസ് ഓൾസോ അപ്ലൈയിങ് എ ഫോഴ്സ് ഓൺ ദ ഗൺ. നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബുള്ളറ്റും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കാരണം എന്താ, നമ്മൾക്കൊരു കിക്ക് കിട്ടും. ദ ഗൺ വിൽ കിക്ക് ബാക്ക്. അതിനൊരു ടെക്നിക്കൽ ടേം ഉണ്ട്, അതിന് നമ്മൾ റീകോയിൽ എന്നാണ് പറയാം. ഈ കിക്കിന് നമ്മൾ റിവേഴ്സ് കിക്കിന് നമ്മൾ എന്താ പറയുക, റീകോയിൽ എന്ന് പറയാം. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഗണ്ണൊക്കെ ആണെങ്കിൽ അതിന് പരിശീലനം വേണം, ട്രെയിനിങ് വേണം, അല്ലെങ്കിൽ എന്തുണ്ടാവുക, അത് നിങ്ങളുടെ എല്ലാം ഓടിക്കും. ദാറ്റ് ഈസ് വൈ വി ഹാവ് ടു ട്രെയിൻ ഓൺ എ വെപ്പൺ. വെറുതെ നമുക്ക് ഗൺ എടുത്ത് ഫയർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിന് ട്രെയിനിങ് ആവശ്യമുണ്ട്. എന്തിനെ, ഈ റീകോയിൽ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ ഓർമ്മ വയ്ക്കുക, ഒരു ഫോഴ്സും സിംഗിളായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. ഈ ഗൺ ഈ ബുള്ളറ്റിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ബുള്ളറ്റും ഈ ഗണ്ണുമേ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഈ കേസിൽ തന്നെ നമ്മൾ റീകോയിൽ ഫോഴ്സ് എന്നാണ് പറയാം. വേറൊരു എക്സാമ്പിൾ, ഇഫ് യു ആർ ഓൺ എ ബോട്ട്, നിങ്ങളൊരു വഞ്ചിയിൽ നിൽക്കുകയാണ് ആൻഡ് യു വോണ്ട് ടു സ്റ്റെപ്പ് ഓൺ ടു ദ പിയർ. ഇവിടെ നിങ്ങൾ കരയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ എന്തുണ്ടാവുന്നു, യു ആർ അപ്ലൈയിങ് എ ഫോഴ്സ് അഗേൻസ്റ്റ് ദ ബോട്ട്. നിങ്ങൾ ബോട്ടിന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അത് കാരണം എന്തുണ്ടാവുന്നു, ബോട്ട് ഡയറക്ഷനിൽ പോകുന്നുണ്ട്, പക്ഷേ ദ ബോട്ട് ഈസ് ഓൾസോ അപ്ലൈയിങ് എ ഫോഴ്സ് ഓൺ യു. നിങ്ങൾക്ക് ഇവിടെ ചാടാൻ പറ്റുന്ന കാരണം എന്താ, ദാറ്റ് ഫോഴ്സ് ഇസ് ബീങ് അപ്ലൈഡ് ഇൻ റിയാക്ഷൻ ബൈ ദ ബോട്ട്. അപ്പോൾ എന്തുണ്ടായി, നമ്മളുടെ ബോട്ട് ഒരു ഡയറക്ഷനിൽ പോയി, നിങ്ങൾ വേറെ ഡയറക്ഷനിൽ പോയി. എന്ന് വെച്ചാൽ ഒരു ഫോഴ്സ് ഒരിക്കലും സിംഗിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. റിമെമ്പർ ദ തേർഡ് ലോ സേസ് ഫോഴ്സസ് വിൽ ഓൾവേസ് എക്സിസ്റ്റ് ഇൻ പെയർസ്. എപ്പോഴും ഫോഴ്സ് 2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദർ ഇസ് നോ അതർ വേ ഫോർ എ ഫോഴ്സ് ടു എക്സിസ്റ്റ്. നമ്മൾ ഫോഴ്സിൻ്റെ ഡെഫിനേഷൻ മനസ്സിലാക്കി, നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലാക്കി. ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൽ എന്ത് ചേഞ്ചസ് ഉണ്ടാവുമെന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഇനി ഈ കോൺസെപ്റ്റ്സ് ആക്ച്വൽ ന്യൂമെറിക്കൽ സോൾവ് ചെയ്യുന്നതിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, a force of 5 newtons gives a mass m1 an acceleration of 10 meters per second and a mass m2 an acceleration of 20 meters per second. എന്ന് വെച്ചാൽ രണ്ട് ഓബ്ജക്ട്സ് ഉണ്ട്, അവരുടെ മാസ് എന്താണ്, m1 ആൻഡ് m2. അപ്പോൾ നമുക്ക് എഴുതാം m1 ആൻഡ് m2. രണ്ട് ഓബ്ജക്ട്സ് ഉണ്ട്, ഡിഫറെൻറ്റ് മാസസ് ആണ്. ഇവരുടെ മേൽ അപ്ലൈ ആവുന്ന ഫോഴ്സ് എത്രയാണ്, 5 ന്യൂട്ടൺ ആണ്. എന്ന് വെച്ചാൽ രണ്ട് ഓബ്ജക്റ്റിൻ്റെ കേസിലും നമ്മൾ സെയിം ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. 5 ന്യൂട്ടൺസ്. ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തതിൻ്റെ കാരണം ആക്സലറേഷൻ സെയിം ആണോ, അല്ല. അവരെന്താ പറയണേ, 5 Newton force on mass m1 gives an acceleration of 10 meters per second. എന്ന് വെച്ചാൽ m1ൻ്റെ ആക്സലറേഷൻ എത്രയാണ് വരുന്നത്, 10 meters per second സ്ക്വയർഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഫോർ ഒബ്ജക്റ്റ് m2, മാസ് m2, ദി ആക്സലറേഷൻ ഇസ് 20 meters per second സ്ക്വയർഡ്. ഈ കേസിൽ എത്രയാണ്, 20 meters per second സ്ക്വയർഡ്. അപ്പോൾ ആക്സലറേഷൻ നമ്മളുടെ സെയിം അല്ല. ദി ആക്സലറേഷൻസ് ആർ നോട്ട് സെയിം. ഫോഴ്സ് സെയിം ആണ്, പക്ഷേ ആക്സലറേഷൻ സെയിം അല്ല. അതിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടും, മാസസ് സെയിം എന്തായാലും ആവില്ല. ദി എനർഷ്യ ഓഫ് ദീസ് ഓബ്ജക്ട്സ് m1 ആൻഡ് m2 വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ m1 ഈസ് നോട്ട് ഈക്വൽ ടു m2. കാരണം സെയിം ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴും റിയാക്ഷൻസ് ഇത്തിരി ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു ഒബ്ജക്റ്റിന് 10 meter per second സ്ക്വയർഡ് ആണ്, ഒരു ഒബ്ജക്റ്റിന് 20 meters per second ആണ് ആക്സലറേഷൻ നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെയാണ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഡെഫിനേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്താ പഠിച്ചത്, സെക്കൻഡ് ലോയിൽ the force applied on the object, the unbalanced force is equal to the rate of change of momentum. Rate of change of momentum. അപ്പോൾ നമുക്ക് നോക്കാം, ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ലെറ്റ്സ് സേ നമ്മൾ എഫ് ഫോഴ്സാണ് അപ്ലൈ ചെയ്യണേ ഒരു ഒബ്ജക്റ്റിൽ. അതിൻ്റെ മൊമെൻറ്റും മാറുന്നുണ്ട്, മാസ് മാറണില്ല, റൈറ്റ്? വെൻ വി പുഷ് എൻ ഒബ്ജക്റ്റ് നമ്മൾ അവരുടെ മാസ് ചേഞ്ച് ചെയ്യണില്ല, ബട്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ rate of velocity is changing, delta v by delta t. delta v എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി. ഡെൽറ്റ ടി എന്താണ്, ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ നമ്മൾ മൊമെൻറ്റം മാറണു എന്ന് പറയണു. ഇഫ് മൊമെൻറ്റം ഇസ് ചേഞ്ചിങ്, ഇറ്റ് ഇസ് ചേഞ്ചിങ് ഓവർ സം ടൈം. ഡെൽറ്റ ടി ടൈമിലാണ് മൊമെൻറ്റം ചേഞ്ച് ആവുന്നത്. മാസ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ മാറുന്നത് എന്താണ്, വെലോസിറ്റി ആണ് ആക്ച്വലി ഇവിടെ ചേഞ്ച് ആവുന്നത്. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് multiplied by rate of change of velocity, which is equal to rate of change of momentum. Why is this important? നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്തത്? Why? Because this quantity delta v by delta t എന്താണ്, change in velocity divided by change in time എന്നാണ് rate of change of velocity. We have a word for this. This is what we call
ആക്സലറേഷൻ. നമ്മൾ എന്താ പറയുക അതിനെ? ആക്സലറേഷൻ എന്നാണ് പറയുക. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് ഈക്വൽ ടു മാസ് മൾട്ടിപ്ലൈഡ് ബൈ ആക്സലറേഷൻ. ഇത് വളരെ ഒരു ഫണ്ടമെൻ്റലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ഇത് ഓർമ്മ വയ്ക്കുക. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് മൾട്ടിപ്ലൈഡ് ബൈ ആക്സലറേഷൻ. ഈ പ്രോബ്ലമിലും നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. വി വിൽ യൂസ് ദിസ് ഫോർമുല ഫോർ സോൾവിങ് ദിസ് പ്രോബ്ലം. സോ ലെറ്റ് സി ഹൗ. അപ്പോൾ നമ്മൾക്കറിയാം മാസ് 1ന് 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എത്ര ആക്സലറേഷൻ കിട്ടുന്നത്? 10 മീറ്റേഴ്സ് പെർ സെക്കൻഡ് സ്ക്വയർഡ്. സോ ഐ ക്യാൻ സേ ദാറ്റ് F1 is equal to M1 multiplied by A1. F1 എത്രയായി കേസിൽ? 5 ന്യൂട്ടൺസ് ആണ്. വാട്ട് ഈസ് M1? വി ഡോണ്ട് നോ. നമുക്കറിയില്ല M1 എത്രയാണെന്ന്. A1 നമ്മൾക്കറിയാം എത്രയാണ്? 10 മീറ്റേഴ്സ് പെർ സെക്കൻഡ് സ്ക്വയർഡ്. സോ വാട്ട് ഈസ് ഗുഡ് അബൌട്ട് ദിസ്? ഈ ക്വസ്റ്റ്യനിൽ എല്ലാ ക്വാണ്ടിറ്റിയും എന്താണ്? ഇറ്റ് ഈസ് ഇൻ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ്. ദിസ് ഇസ് ഇൻ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ്. നമ്മൾ ഒരു കൺവേർഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. So 5 is equal to M1 multiplied by 10. So what is M1? നമ്മൾ ഇത് ട്രാൻസ്പോസ് ചെയ്യണു ഇങ്ങോട്ട്. That means 5 by 10 is equal to M1 is equal to 0.5. 0.5 എന്ത്? When all the quantities are in standard units, your answer will also be in standard units. ഓർമ്മ വയ്ക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യനിലത്തെ എല്ലാ ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്തിൽ വരാം? സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിൽ തന്നെയാണ് വരാം. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. സോ ദിസ് വിൽ ബി 0.5 kilograms. വണ്ടർഫുൾ. അപ്പോൾ നമുക്ക് M1 കിട്ടി. വി നൗ ഹാവ് ദി വാല്യൂ ഓഫ് M1. ലെറ്റ്സ് ഫൈൻഡ് ദി വാല്യൂ ഓഫ് M2. അപ്പോൾ F2 is equal to M2 multiplied by A2 അല്ലേ? അപ്പോൾ ഈ കേസിൽ ഈ ഫോഴ്സ് സെയിം തന്നെയാണ്. F1 is equal to F2, 5 ന്യൂട്ടൺസ്. സോ 5 ന്യൂട്ടൺസ് is equal to M2 നമ്മൾക്ക് അറിയില്ല എന്താണെന്ന്, multiplied by A2. A2 എത്രയാണ് ഈ കേസിൽ? 20 meters per second ആണ്. സെക്കൻഡ് സ്ക്വയർഡ്. സോ ദിസ് ഇസ് 20 meters per second squared ആയി. So in this case we have to find M2 again. So 5 ഇത് ട്രാൻസ്പോസ് ആയി ഇങ്ങോട്ട് 20 ആയി, ഇത് 5 by 20. That is 1/4. So M2 എത്രയായി നമ്മളുടെ? 0.25 kilograms. M2 എത്രയാണ് നമ്മളുടെ? 0.25 kilograms. M1 എത്രയായിരുന്നു? 0.5 kilograms. അപ്പോൾ നമ്മൾ കാണുന്നതാണ്, ഇഫ് ദ ഫോഴ്സ് റിമെയിൻസ് ദ സെയിം, ഫോഴ്സ് സെയിം ആണെങ്കിൽ മാസ് എത്ര കുറയണു, ആക്സിലറേഷൻ അത്ര കൂടും. ഇവിടെ മാസ് കുറഞ്ഞ കാരണം എന്തായി? ആക്സിലറേഷൻ കൂടി. ഇവിടെ മാസ് കൂടുതലായ കാരണം ആക്സിലറേഷൻ നമ്മളുടെ കുറഞ്ഞു. ഇത് ഓർമ്മ വയ്ക്കുക. ഫോർ ദ സെയിം എമൗണ്ട് ഓഫ് ഫോഴ്സ്, മോർ മാസ് മീൻസ് ലെസ് ആക്സിലറേഷൻ, ലെസ് മാസ് മീൻസ് മോർ ആക്സിലറേഷൻ. ചോദിക്കുന്നവർ എന്താണ്? വാട്ട് ആക്സിലറേഷൻ വുഡ് ഇറ്റ് ഗിവ് ഇഫ് ബോത്ത് മാസസ് വർ ടൈഡ് ടുഗദർ എന്ന് വെച്ചാൽ, if these two masses are combined, നമ്മൾ ഇവരെ ആഡ് ചെയ്തു പരസ്പരം, we add them together and then we again apply 5 Newton of force, what will be the acceleration of this new object? അപ്പോൾ ഈ കേസിൽ M3 is equal to M1 plus M2. അത് എത്രയായിരുന്നു? 0.5 kilograms plus 0.25 kilograms, that is equal to 0.75 kilograms. ഇതാണ് നമ്മളുടെ പുതിയ മാസ്. അവർ ചോദിക്കുന്നത് എന്താണ്? ഈ മാസിലേക്ക് നമ്മൾ 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആക്സിലറേഷൻ എത്ര ഉണ്ടാവും? ദേ ആർ ആസ്കിംഗ് വാട്ട് വിൽ ബി ദി ആക്സിലറേഷൻ ഓഫ് ദിസ് ന്യൂ ഒബ്ജെക്ട് ഇഫ് വി അഗൈൻ അപ്ലൈ 5 ന്യൂട്ടൺസ് ഓഫ് ഫോഴ്സ്. ലെറ്റ്സ് സീ. സോ വി നോ ദാറ്റ് F is equal to M multiplied by A. M എത്രയാണ് ഈ കേസിൽ? 0.75. Force is the same, 5 newtons multiplied by A. A ഈ കേസിൽ unknown ആണ്. So what do we do? A is equal to 5 divided by 0.75. That is equal to, നിങ്ങളിത് കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? 6.66 meters per second squared ആണ് നിങ്ങളുടെ ആൻസർ വരാൻ പോകുന്നത്. ഓർമ്മ വയ്ക്കുക, if all quantities are in standard units, your answer will also be in standard units. അപ്പോൾ എന്താണ് ന്യൂ ആക്സിലറേഷൻ എത്ര വരാം? 6.6 meters per second squared. So this is how you apply Newton's second law. നമ്മൾ സെക്കൻഡ് ലോ നമ്മൾ മാത്തമാറ്റിക്കലി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? This is how you do it. So let's try a different question now. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? An automobile vehicle has a mass of 1500 kilogram. എൻ്റെ കയ്യിൽ ഒരു കാർ ഉണ്ട്, അതിൻ്റെ മാസ് എത്രയാണ്? 1500 kilogram ആണ്.
what must be the force between the vehicle and the road if the vehicle has to be stopped with an acceleration of 2 meters per second squared? അപ്പോൾ ഒരു ഡയഗ്രാം ഉണ്ടാക്കാം. A diagram is always helpful. നമ്മുടെ കയ്യിൽ ഒരു റോഡ് ഉണ്ട്, and on that road we have a car. Sorry, my car is very ugly, but this car has a mass of how much? Mass എത്രയാണ് നമ്മളുടെ 1500 kilogram mass ഉണ്ട്. And there is a force being applied between the road and this car. Think about it. If this force did not exist, ഒരു ഫോഴ്സും അപ്ലൈ ആവണില്ല, കാറും റോഡും തമ്മിൽ ഫോഴ്സ് ഇല്ലെങ്കിൽ, whatever velocity the car had would stay the same. If the car was moving, car move ചെയ്യുകയാണെങ്കിൽ it would keep moving in the same direction at the same speed. അതിന് നമ്മൾ സ്ലിപ്പിംഗ് എന്നാണ് പറയുക നോർമൽ ഇംഗ്ലീഷിൽ. If the car was stationary, it would remain stationary. Right? So the car is already moving. അവർ പറയേണ്ടത് ഒരു ഡിസലറേഷൻ നമ്മൾ കൊടുക്കണം. We have to give it a negative acceleration. എന്ന് വെച്ചാൽ നമ്മളത് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ അത് ഓൾറെഡി മൂവ് ചെയ്യുന്നുണ്ട്. It has some velocity. And the mass of the car is 1500 kilograms. മാസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ആക്സലറേഷൻ വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. They want a negative acceleration of 2 meters per second squared. So നമ്മളുടെ ആക്സലറേഷൻ ആവശ്യം എത്രയാണ്? A is equal to negative 2 meters per second squared. This is the required acceleration. നെഗറ്റീവിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒബ്ജക്റ്റ്, ഈ കാറിൻ്റെ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇറ്റ് വിൽ കീപ് സ്ലോയിങ് ഡൗൺ ആൻഡ് ഇറ്റ് വിൽ ഇവൻച്വലി കം ടു എ സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടിയും ചോദിക്കുന്നു, വാട്ട് ഈസ് ദ ഫോഴ്സ് ടു ബി അപ്ലൈഡ്? ഈ റോഡും ഈ വണ്ടിയിൽ തമ്മിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും ടു മേക്ക് ദിസ് ഹാപ്പൻ? ഹൗ മച്ച് ഫോഴ്സ് ഡു ഐ ഹാവ് ടു അപ്ലൈ to get this acceleration, this negative acceleration? So again, we go back to Newton's second law. What does it say? The force applied on the object is proportional to the mass multiplied by the acceleration. In standard units, it is equal to mass multiplied by acceleration. Mass എത്രയാണ് നമ്മളുടെ? 1500 സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിലാണ്. And acceleration എത്രയാണ് നമ്മളുടെ? negative 2 meters per second. So we get 0.003. And what is the unit here? The mass is in standard units. Acceleration എന്താണ്? Standard unitsലാണ്. So mass, the force will also be in standard units. That is 3000 newtons. And this will be negative 3000 newtons because this acceleration here is negative. ഇതൊരു ബ്രേക്കിംഗ് ഫോഴ്സ് ആണ്. വെലോസിറ്റി കുറയ്ക്കാണ് ചെയ്യുന്നത്. That is why this force will have a negative value. So again, we have used Newton's third law to find the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ട്രൈ ചെയ്ത് നോക്കാം. ദിസ് ക്വസ്റ്റ്യൻ വിൽ ഓൾസോ ഇൻവോൾവ് കോൺസെപ്റ്റ്സ് ഓഫ് ആക്സിലറേഷൻ, വെലോസിറ്റി, ഫോഴ്സ്, മൊമെൻറ്റം എല്ലാത്തിലും ഒരുമിച്ച് വരും. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എ കാനൺ ബോൾ ഓഫ് മാസ് 10 kilograms. കാനൺ ബോൾ എന്താണ്? നമ്മൾ ഈ പൈററ്റ്സ് ഓഫ് ദി കാരിബിയനിൽ കാണുന്ന പോലെ ഒരു വലിയൊരു തോക്കിൽ നിന്ന് വലിയ ഒരു നമ്മൾ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നതാണ് നമ്മൾ കാനൺ ബോൾ എന്ന് പറയുന്നത്. അതിന് നല്ല വെയിറ്റും ഉണ്ട്. എത്രയാണ്? 10 kilograms ഉണ്ട്. ട്രാവലിംഗ് ഹോറിസോണ്ടലി ആറ്റ് എ വെലോസിറ്റി ഓഫ് 150 meters per second. അപ്പോൾ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നല്ല സ്പീഡിൻ്റെ കൂടെ മൂവ് ചെയ്യേണ്ടത് എങ്ങനെ? ഹോറിസോണ്ടൽ ഡയറക്ഷനിൽ. കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ വുഡൻ ബ്ലോക്ക് ഓൺ ദ ബുള്ളറ്റ്. എന്നുണ്ടായി? ഈ കാനൺ ബോൾ പോയിട്ട് ഒരു മരത്തിൻ്റെ വലിയൊരു കഷ്ണം പോയിട്ട് ഹിറ്റ് ചെയ്തപ്പോൾ അത് സ്റ്റോപ്പായി. അപ്പോൾ ഈ മരക്കഷ്ണം ഈ കാനൺ ബോളിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ്സ് മേക്ക് എ ഡയഗ്രാം. So here we have the cannonball and it is traveling at a high speed. നല്ല വേഗതയോടെയാണ് മൂവ് ചെയ്യുന്നത്. എത്ര? V is equal to 150 meters per second. Actually ഈ കേസിൽ this is the initial velocity അല്ലേ? This is the velocity before the impact. നമ്മളുടെ ഇമ്പാക്ട് ഉണ്ടാവുന്നതിന് മുമ്പത്തെ വെലോസിറ്റി ആണ്. So let's call this U. So we will change this to U. Let's call this U. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ് കാനൺ ബോളിൻ്റെ? 150 meters per second. It goes and hits a wooden block. ഒരു വലിയൊരു വുഡൻ ബ്ലോക്ക് ഇത് പോയി ഹിറ്റ് ചെയ്തു. ഒരു വലിയൊരു മരക്കഷ്ണം ഉണ്ടായിരുന്നു ഇവിടെ. അതിനെ പോയി ഇവിടെ ഹിറ്റ് ചെയ്തപ്പോൾ ഇതുണ്ടായി. ദ ബോൾ കംസ് ടു എ സ്റ്റോപ്പ്. ഇവിടെ കൊളിഷൻ ഉണ്ടായി, ഇടിച്ചിട്ട് അവൻ സ്റ്റോപ്പായി. ദ ബോൾ ഹാസ് കം ടു എ സ്റ്റോപ്പ്. അപ്പോൾ പുതിയ വെലോസിറ്റി എത്ര ഇതുണ്ട് ഇപ്പോൾ? വാട്ട് ഈസ് ദ ന്യൂ വെലോസിറ്റി? വാട്ട് ഈസ് ദ ഫൈനൽ വെലോസിറ്റി? The final velocity will be equal to how much? 0 meters per second. Just a second. ഇതിൻ്റെ ഇവിടെ ആവശ്യം ഇല്ല.
This is meters per second. So this is 0 meters per second. Now, in this case, what is happening? When the ball hit this wooden block, the block exerted a force on the ball and the cannonball also exerted a force on the block. അത് കാരണം ഈ ബ്ലോക്ക് ഈ കാനൻ ബോൾ നിന്നതിൻ്റെ കാരണം എന്താണ്? ഈ കൊളിഷൻ കാരണം ഇവിടെ ഒരു ഫോഴ്സ് ഈ കാനൻ ബോൾ അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഹൗ വിൽ കാൽക്കുലേറ്റ് ദ amount of force? നമ്മൾക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് മൾട്ടിപ്ലൈഡ് ബൈ ആക്സലറേഷൻ. നമ്മളുടെ ഇവിടെ ആക്സലറേഷൻ ഇൻഫർമേഷൻ ഇല്ല. സോ ക്യാൻ വി ഫൈൻഡ് ഇറ്റ്? ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. ഇവർ പറയാണ് ദ ബോൾ കംസ് ടു റെസ്റ്റ് ഇൻ 0.05 സെക്കൻഡ്സ് എന്ന് വെച്ചാൽ 0.05 സെക്കൻഡ്സിൽ ഈ ബോളിൻ്റെ വെലോസിറ്റി 150 0 എത്തി. ഇറ്റ് വെൻറ്റ് ഫ്രോം 150 meters per second to 0 meters per second. We know based on what we have learned, നമ്മൾ മുമ്പ് പഠിച്ചത് എന്തായിരുന്നു? We studied a formula for acceleration in previous classes. A is equal to V minus U divided by P. എന്താണ്? V minus U. V എന്താണ് നമ്മളുടെ ഫൈനൽ വെലോസിറ്റി, U എന്താണ് നമ്മളുടെ ഇനിഷ്യൽ വെലോസിറ്റി, T എന്താണ് ടൈം ടേക്കൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വി പുട്ട് ദ ഫൈനൽ വാല്യൂ ഹിയർ, ദാറ്റ് ഈസ് 0 മൈനസ് ദി ഇനിഷ്യൽ വാല്യൂ എത്രയാണ് നമ്മളുടെ 150 ഡിവൈഡഡ് ബൈ ദ ടൈം ടേക്കൺ എത്രയാണ് നമ്മളുടെ 0.05 സെക്കൻഡ്സ്. 0.05 സെക്കൻഡ്സ്. ഓർമ്മ വയ്ക്കുക, everything is in standard units. All of these quantities are in standard units. അപ്പോൾ ആക്സലറേഷൻ എത്ര വരും? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഹിയർ? സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് -150 divided by 0.05. So this is a problem. We have a decimal. If you have a decimal undallo, so how will we get rid of the decimal? There are two decimal places, right? 0 and 5. Two decimal places. So we multiply by 1 followed by 2 zeros, right? So we multiply by 100. നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. 100 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്തായി? This will become -15123 zeros divided by simply 5. നമ്മളുടെ കാൽക്കുലേഷൻ ഇപ്പോൾ എളുപ്പമായി. We have multiplied both numerator and denominator with 100 to get rid of this decimal point. ഈ decimal point നമ്മളുടെ ഇല്ലാണ്ടിരിക്കാനായിട്ടാണ് നമ്മളിത് ചെയ്ത് നോക്കുന്നത്. So removing this decimal point by multiplying by 100 in numerator and denominator. So this cancels out. We get an acceleration of -3000 unit and down meters per second squared. The unit will be meters per second squared ആണ് നമ്മൾക്ക് കിട്ടാൻ പോണേ. So now we have the value of acceleration. നമ്മൾക്ക് എന്താ ആവശ്യമുണ്ടായിരുന്നത്? ആക്സലറേഷൻ ആവശ്യമുണ്ടായിരുന്നത്. We already have the value of mass. We have the value of mass and acceleration. So we know that F is equal to mass multiplied by acceleration. So in this case, that is 10 multiplied by -3000. That is equal to -30,000 newtons. That is a huge amount of force. വളരെ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ആയപ്പോഴാണ് ഈ ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഇത്ര സ്പീഡിൽ നിന്ന് 0 സ്പീഡിലേക്ക് വന്നത്. So this is yet another example of using basic mathematics and the laws of motion to find practical answers. So I hope you really enjoyed today's session, that you had a lot of fun understanding physics, and I hope to see you again for more classes in physics from Manorama Horizon. I am Thomas. Thank you. Manorama Horizon. Learning made simple.